സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. കേരള പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് എക്സാം കഴിഞ്ഞ പാടും ഇത്രയും ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ പബ്ലിഷ് ചെയ്യാറില്ല. ചെറിയ നമ്മളന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അതൊരു സൂചനയായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ എന്തായാലും ആൻസർ കീയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. നിങ്ങൾ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഇവിടെയാണ് ഉണ്ടാവുക. കേട്ടറ്റ് ഒക്ടോബർ 2023 കംപ്ലയിൻറ്റ് ഫോം എന്നുള്ളൊരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗറി 1, 2, 3, 4 4 ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇത് വരുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് വരാറുണ്ട്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ട് 2 സമയങ്ങളിലൊക്കെ ആയിട്ട് വന്ന് അത് ചില എക്സാം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതാ കാറ്റഗറി ആണോ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാറ്റഗറിയുടെ ഇവിടെ നിങ്ങൾ വന്ന് ഇപ്പോൾ കാറ്റഗറി 1 ആണെങ്കിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കീയിൽ ക്വസ്റ്റ്യൻ നമ്പർ അതുപോലെ തന്നെ സെറ്റ് ABCD 4 സെറ്റുകളായിട്ടാണ് നമ്മുടെ എക്സാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് നമ്മുടെ എക്സാം കഴിഞ്ഞ സമയത്ത് അൺഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് ആൻസർ കീകളൊക്കെ ആയിരിക്കും നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ പരീക്ഷാ ഭവൻ്റെ തന്നെ എക്സ്പെർട്ട് ടീമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആൻസർ കീയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി കൃത്യമായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഇത് വെച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ അന്ന് വീഡിയോ ഒക്കെ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ട, ഒന്നും ചെക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ആൻസർ കീ വെച്ചുകൊണ്ട് മാർക്കും കാര്യങ്ങൾക്ക് സ്കോറൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ക്ലിയർ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളിങ്ങനെ ആൻസർ കീ ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും, നിങ്ങൾക്ക് ആൻസർ ഉറപ്പുണ്ടെങ്കിലും ഇവിടെ ആൻസർ കീയിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആൻസർ തന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഏതായാലും ഏത് കാറ്റഗറി ആയാലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അതിലേക്ക് ഞാൻ വരാം, കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കാറ്റഗറി 1 ആണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാറ്റഗറിയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നെറ്റിൻ്റെ ചെറിയൊരു ഉണ്ട്, ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ട്, മഴയൊക്കെ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ലോഡ് ചെയ്ത് വരുന്നതിനായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഓരോ ആൻസർ 1 to 150 എല്ലാത്തിനെയും കൃത്യമായിട്ടുള്ള ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് വെരിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് കിട്ടിയ സ്കോറും കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ ചെയ്യാം, എല്ലാവരും ചെയ്യണമെന്നല്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, കാറ്റഗറി 1 അതുപോലെ 2 അതുപോലെ 3 അതുപോലെ 4 എല്ലാ കാറ്റഗറിയും അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയുടെ ആയാലും ആൻസർ കീ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കംപ്ലയിൻറ്റ് ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കംപ്ലയിൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ആൻസർ, ഇപ്പോൾ പരീക്ഷാ ഭവൻ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെർട്ട് ടീം ഇടുന്ന ആൻസർ കീയിൽ പോലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ പരീക്ഷാ ഭവൻ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് വെറുതെ അത് ഫോൺ വഴിയൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് കൃത്യമായിട്ട് പ്രൂഫ് വെച്ച് കൃത്യമായ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആൻസർക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അറിയിപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, കേട്ടറ്റ് ഒക്ടോബർ 2023 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരസൂചിയെ സംബന്ധിച്ച പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ ഈ വെബ്സൈറ്റ് ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് പറയുക. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഒരു ഫോം ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിയാൽ, പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലെ അപേക്ഷകൾ 12/1/2024 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജനുവരി 12-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ എവിടെ എത്തണം, പരീക്ഷാ ഭവനിൽ എത്തണം. നിങ്ങൾക്ക് നേരിട്ട് എത്തിക്കാം അവിടെ അടുത്തുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്രസ്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ടി എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടികൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ കാറ്റഗറി 1 നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാർട്ട് 1 നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് വന്നാൽ അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു ഫോം നിങ്ങൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക? നെയിം ഓഫ് കാറ്റഗറി എന്താണോ കാറ്റഗറി അത് നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ പാർട്ട് ആൻഡ് സബ്ജക്റ്റ്. ഇപ്പോൾ പാർട്ട് 1 ആണെങ്കിൽ ആ പാർട്ട് 1 എന്ന് കൊടുക്കുക. അതിൽ സബ്ജക്റ്റ് സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി എന്ന് ഇവിടെ കൃത്യമായിട്ട് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് സൈക്കോളജി എന്ന് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അതിലുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതുപോലെ സെറ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്ന് ഉദ്ദേശിക്കുന്നത് അതേതാണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യനിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നതെന്ന് വിചാരിച്ചാൽ അതിവിടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ആ ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കണം. ഓക്കെ. പിന്നെ പറഞ്ഞു ഓക്കെ, ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീ. പ്രൊവിഷണൽ ആൻസർ കീയിൽ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താണ് തന്നതെന്ന് ഇവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ അതിൽ കംപ്ലയിൻറ്റ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ A ആണ് തന്നതെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണ് അത് B ആണ്, A അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് B പറയുന്നു അതിൻ്റെ കൃത്യമായിട്ട് നിങ്ങളുടെ പരാതികൾ ഇവിടെ എഴുതി കൊടുക്കാം. മലയാളത്തിൽ എഴുതാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, എഴുതി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് എന്നും കൂടി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. വെറുതെ ആയിട്ടില്ല, എന്തെങ്കിലും പ്രൂഫ് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ആധികാരികമായി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ DLED ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ പ്രൂഫായിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം. ഇതാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എൻക്ലോസ്ഡ് ഏതാണോ നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇതാ എന്നിട്ട് നിങ്ങളുടെ സ്ഥലം, ഡേറ്റ് കൊടുക്കുക, നിങ്ങളുടെ ഒപ്പ് സൈൻ ചെയ്യുക, നിങ്ങളുടെ പേരെഴുതുക, റോൾ നമ്പർ എന്താണ് കൊടുക്കുക, അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ കാറ്റഗറിക്കും നിങ്ങൾ ഓരോ ഫോമിന് എടുക്കണം. അല്ല ഒറ്റ ഫോമിൽ നിങ്ങൾക്ക് കാറ്റഗറി 1 2 ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒരു കാറ്റഗറിയിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത പാർട്ടുകളിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വേറെ 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 കംപ്ലയിൻ്റ് എടുക്കണം. അല്ലേ? ഇപ്പോൾ പാർട്ട് 1 പാർട്ട് 2 കംപ്ലയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക കാറ്റഗറി 1. അപ്പോൾ പാർട്ട് 1 വേറെ ഫോം, പാർട്ട് 2 വേറെ ഫോം. ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോം എടുക്കണം. അത് അങ്ങനെ തന്നെ വേറെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പീഡ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണമല്ലോ, അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് വഴി ചെയ്യാം. ഓക്കെ. ഇതാണ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 12-ാം തീയതിക്കുള്ളിലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്പീഡ് ചെയ്യും. ഇനി അങ്ങനെ നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനുണ്ട്? ഒരു പിന്നെ റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഓക്കെ, PSC കേട്ടൻ്റെ സൈറ്റിൽ പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യും. അതിലാണ് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റിൻ്റെ ആൻസർ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് റെക്ടിഫൈഡ് കീ പ്രകാരം വരിക. അല്ലാതെ എല്ലാ ആൻസർ ഒരിക്കൽ കൂടി വരില്ല. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറ്. സാധാരണ അങ്ങനെ തെറ്റൊന്നും അധികം തിരുത്തലുകളൊന്നും വരാറില്ല. 1-2 കാര്യങ്ങളൊക്കെ തിരുത്തലുകൾ വന്നിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സർവീസ് എക്സാമിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. അതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ആൻസർക്ക് വന്നാൽ വിത്തിൻ ഡേയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ റിസൾട്ട് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത്രയും സ്പീഡായിട്ട് വരുന്ന ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ സർവീസ് എക്സാമിന് ഇതേപോലെ തന്നെ ആയിരുന്നു. പെട്ടെന്ന് റെക്ടിഫൈഡ് ആൻസർക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷേ അത് വന്നതാണ് തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ടും വന്നു. ഓക്കെ, ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളവരും കൃത്യമായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഉറപ്പായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോൾ നിങ്ങൾ പിന്നെ നമ്മുടെ അൺഒഫീഷ്യലായിട്ടുള്ള കീ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 102 110 നല്ല മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച അതേ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതായിട്ട് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ 3-4 മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അല്ല, ചില ആളുകൾക്ക് കൂടിയതായിട്ടും വന്നിട്ടുണ്ടാവും. അല്ലേ? കൂടിയിട്ടും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട. അത് സാധാരണ അങ്ങനെയാണ് വരാറുണ്ട്. പക്ഷേ റെക്ടിഫൈഡ് കീ വന്ന വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്താണോ കിട്ടിയത് അതിൽ നിന്ന് ചെറിയൊരു മാറ്റം 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. ഓക്കെ, ആ രീതിയിലാണ് വരിക. ഏതെങ്കിലും ആൻസർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതൊന്നും യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടും. ഓക്കെ, അത്രയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യം എന്നെ കൃത്യമായിട്ട് അറിയിക്കണം. നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്താം. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനും കൂടെ പറ്റും. ഓക്കെ, താങ്ക് യു.